നമസ്കാരം. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ സന്ദർഭത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് ടിവികെ അധ്യക്ഷനും നടനുമായ വിജയ്. കരൂർ ദുരന്തത്തിൽ ഗൂഢാലോചന സംശയിക്കുന്നുവെന്നും വിജയ്. 5 ജില്ലകളിലായിരുന്ന പ്രശ്നം എങ്ങനെ കരൂരിൽ മാത്രം ഉണ്ടായി എന്ന് ചോദ്യം. കരൂർ ആൾക്കൂട്ട ദുരന്തത്തിൽ അറസ്റ്റിലായ ടിവികെ നേതാക്കൾ ഒക്ടോബർ 14 വരെ റിമാൻഡിൽ. 10,000 പേരെ വരൂ എന്ന ടിവികെ എങ്ങനെ കണക്ക് കൂട്ടി എന്ന് കോടതി. ഇത് രാഷ്ട്രീയ പോരിനുള്ള സമയമല്ല എന്ന് കെ സി വേണുഗോപാൽ. കരൂർ സന്ദർശിച്ച ഹേമമാലിനിയുടെ നേതൃത്വത്തിലുള്ള NDA സംഘം. രാഹുൽ ഗാന്ധിക്കെതിരായ വധഭീഷണിയിൽ നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. സ്പീക്കർക്കെതിരെ ബാനർ ഉയർത്തി നടുത്തളത്തിലിറങ്ങി. പിണറായിക്ക് BJP-യെ പേടിയെന്നും CPM-ന് അവിശുദ്ധ ബാന്ധവമെന്നും VD സതീശൻ. പ്രതിപക്ഷത്തിന്റേത് രാഷ്ട്രീയ പ്രഹസനമെന്ന് മന്ത്രി MB രാജേഷ്. SIR നടപടികൾ പൂർത്തീകരിച്ച് ബീഹാറിൽ അന്തിമ വോട്ടർ പട്ടിക പുറത്തിറങ്ങി. പട്ടികയിലുള്ളത് 7,24,00,000 വോട്ടർമാർ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതുവരെ പേരുകൾ ചേർക്കാനും തിരുത്തലുകൾ നൽകാനും അവസരം. ഉദ്ഘാടനം കഴിഞ്ഞ 7 വർഷമായിട്ടും പ്രവർത്തനം ആരംഭിക്കാനാകാതെ ഇടുക്കി കാൽവരി മൗണ്ടിലെ ടൂറിസം സെന്റർ. 1 കോടിയിലധികം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടം പാഴാകുന്നു. വനിതാ ഏകദിന ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയും ശ്രീലങ്കയും ഏറ്റുമുട്ടുന്നു. ടോസ് നേടിയ ശ്രീലങ്കയ്ക്ക് ബൌളിംഗ്. ഇന്ത്യയ്ക്ക് 2 വിക്കറ്റ് നഷ്ടം. മഴ വൈകിച്ച മത്സരം 48 ഓവറാക്കി ചുരുക്കി. കരൂർ ദുരന്തം വേദനാജനകമെന്ന് തമിഴക വെற்றிക്കഴകം ചെയർമാനും നടനുമായ വിജയ്. ജീവിതത്തിൽ ഇത്ര വേദനാജനകമായ സാഹചര്യം ഇതാദ്യമാണ്. എക്സ് വീഡിയോ സന്ദേശത്തിലൂടെയായിരുന്നു വിജയുടെ പ്രതികരണം. നടക്കാൻ പാടില്ലാത്തതാണ് നടന്നത്. പിന്തുണച്ച എല്ലാവർക്കും നന്ദി. പ്രതികരണത്തിനിടെ വികാരാധീനനായ വിജയ് ഗൂഢാലോചനയെക്കുറിച്ചും സൂചന നൽകി. വൈകാതെ എല്ലാ സത്യങ്ങളും പുറത്തുവരുമെന്നും രാഷ്ട്രീയത്തിൽ ശക്തമായി തുടരുമെന്നും വിജയ് പറഞ്ഞു. அனைவருக்கும் வணக்கம். என் லைஃப்பில் இந்த மாதிரி ஒரு பெயின்ஃபுல்லான ஒரு சிச்சுவேஷனை நான் ஃபேஸ் பண்ணதே கிடையாது. மனசு முழுக்க வலி மட்டும்தான். இந்த சுற்றுப்பயணத்தில் என்னென்ன மக்கள் பார்க்க வராங்க, அதுக்கு ஒரே ஒரு காரணம் தான் அவங்க என் மேலே வச்சிருக்கிற அன்பும் பாசம். அந்த அன்புக்கும் பாசத்துக்கும் நான் எப்பவும் கடமைப்பட்டிருக்கிறேன். அதனால தான் இந்த சுற்றுப்பயணத்தில் மற்ற எல்லா விஷயங்களையும் தாண்டி மக்களுடைய சேஃப்டி, அதில் எந்த காம்ப்ரமைஸும் பண்ணிடக்கூடாதுன்றதுக்காக தான் அது என் மனசில் ரொம்ப ஆழமாக இருக்கும் அந்த எண்ணம். அதனால தான் இந்த அரசியல் காரணங்கள் எல்லாத்தையும் தவிர்த்துட்டு ஒதுக்கி வச்சுட்டு மக்களுடைய சேஃப்டி மட்டும் மைண்டில் வச்சுக்கிட்டு அதுக்கான இடங்களை சூஸ் பண்ணுறது, அதுக்கான இடங்களை பார்த்து பெர்மிஷன் கேட்குறது, போலீஸ் டிபார்ட்மெண்ட்டில் அதை ரிக்வெஸ்ட் பண்ணி கேட்போம். ஆனால் நடக்கக்கூடாதது நடந்துருச்சு. நானும் மனுஷன் தானே. அந்த நேரத்தில் அத்தனை பேர் பாதிக்கப்பட்டு இருக்கும்போது எப்படி அந்த ஊரை விட்டுட்டு என்னால் கிளம்பி வர முடியும்? நான் திரும்ப அங்கே போகணும்னு இருந்துச்சுன்னா அதை ஒரு காரணம் காட்டி அங்கே வேறு சில பதட்டமான சுச்சுவேஷன்ஸ், வேறு சில சம்பாவிதங்கள் அந்த மாதிரி எதுவும் நடந்துடக்கூடாதுன்றதுக்காக தான் நான் அவாய்ட் பண்ணேன். இந்த நேரத்தில் சொந்தங்களை இழந்து தவிக்கிற அத்தனை குடும்பங்களுக்கும் என்னுடைய ஆழ்ந்த இரங்கலை தெரிவிச்சுக்கிறேன். எனக்கு தெரியும், என்ன சொன்னாலும் இது ஈடேயாகாதுன்னு எனக்கு தெரியும். ஹாஸ்பிட்டலில் ட்ரீட் பண்ணிகிட்ருக்கிற எல்லாருமே சீக்கிரமாக க்யூர் ஆகி வரணுன்றதை இந்த நேரத்தில் நான் வேண்டிக்கிறேன். கூடிய சீக்கிரமே உங்கள் எல்லாரையும் நான் சந்திக்கிறேன்.
കരൂർ ആൾക്കൂട്ട ദുരന്തത്തിൽ ദുരൂഹതയേറുകയാണ്. റാലിക്കിടയിൽ ഒരു അക്രമം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്നാണ് 41 പേരുടെ മരണത്തിനിടയാക്കിയ തിക്കും തിരക്കും ഉണ്ടായതെന്ന് ദൃക്സാക്ഷി പറയുന്നു. കരൂർ സന്ദർശിച്ച NDA പ്രതിനിധി സംഘത്തോടാണ് ദൃക്സാക്ഷിയുടെ വെളിപ്പെടുത്തൽ. കരൂരിൽ TVK അധ്യക്ഷൻ വിജയുടെ റാലിക്കിടെ ഉണ്ടായ ദുരന്തത്തിൽ വാദപ്രതിവാദങ്ങൾ ഉയരുമ്പോൾ ദൃക്സാക്ഷിയുടെ വെളിപ്പെടുത്തൽ ശ്രദ്ധേയമാവുകയാണ്. TVK റാലിക്കിടെ ഉണ്ടായ ഒരു അക്രമമാണ് വലിയ ദുരന്തത്തിൽ കലാശിച്ചതെന്നാണ് അവരുടെ വിലയിരുത്തൽ. റാലി നടന്ന പ്രദേശത്തുണ്ടായ ഒരു കത്തിക്കുത്താണ് വലിയ ആൾക്കൂട്ട ദുരന്തത്തിന് കാരണമായതെന്നാണ് വാദം. സാഹചര്യങ്ങൾ അന്വേഷിക്കാനെത്തിയ NDA പ്രതിനിധികളോടാണ് ദൃക്സാക്ഷിയുടെ ഈ വെളിപ്പെടുത്തൽ. ആളുകളെ കുത്തിക്കൊലപ്പെടുത്തിയെന്നും അത് ജനക്കൂട്ടത്തിൽ പരിഭ്രാന്തിയും അക്രമവും പരിക്കുകളും ആശയക്കുഴപ്പവും സൃഷ്ടിച്ചുവെന്നുമാണ് അവകാശവാദം. TVK റാലിയിലെ കുഴപ്പങ്ങൾ കണ്ടതായി അവകാശപ്പെട്ട സ്ത്രീ തിക്കിലും തിരക്കിലും പെട്ടവരുടെ മരണകാരണം കത്തിക്കുത്തിനെ തുടർന്നാണെന്ന് സന്ദർശക സമിതിയെ അറിയിച്ചു. സംഭവസ്ഥലത്തെ ഭയാനക സാഹചര്യവും പരിഭ്രാന്തിയുമാണ് വലിയ ആൾക്കൂട്ട ദുരന്തത്തിന് കാരണമായതെന്നാണ് ഇവരുടെ കണ്ടെത്തൽ. അക്രമം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ പരിഭ്രാന്തി വേഗത്തിൽ പടർന്നുവെന്നും അത് ജനക്കൂട്ടത്തിൽ പരിക്കുകൾക്കും വ്യാപകമായ ആശയക്കുഴപ്പത്തിനും കാരണമായെന്നുമാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. കരൂർ ആൾക്കൂട്ട ദുരന്തത്തിൽ തമിഴക വെற்றிക്കഴകം നേതാക്കളായ മതിയഴകൻ, പവൻരാജ് എന്നിവർ റിമാൻഡിൽ. കരൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഇവരെ റിമാൻഡ് ചെയ്തത്. ഒക്ടോബർ 14 വരെയാണ് റിമാൻഡ് കാലാവധി. തമിഴക വെற்றிക്കഴകം കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറിയാണ് മതിയഴകൻ. കരൂർ സെൻട്രൽ സിറ്റി സെക്രട്ടറിയാണ് പവൻരാജ്. സംഭവത്തെ തുടർന്ന് ഇരുവരെയും പോലീസ് കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു. പരിപാടിക്ക് അനുമതി തേടി കത്ത് നൽകിയ മതിയഴകനെ നേരത്തെ കേസിൽ പ്രതി ചേർത്തിരുന്നു. TVK യോഗത്തിനുള്ള ഫ്ലെക്സും കൊടിതോരണങ്ങളും ക്രമീകരിച്ച പവൻരാജാണ് ഒളിവിൽ പോകാൻ മതിയഴകനെ സഹായിച്ചത് എന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. കരൂർ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പൊതുയോഗങ്ങൾക്ക് മാർഗരേഖ തയ്യാറാക്കാനൊരുങ്ങി DMK സർക്കാർ. ഇതിനായി സർവകക്ഷി യോഗം വിളിച്ച നിർദ്ദേശങ്ങൾ സ്വരൂപിക്കും. അതിനിടെ കരൂർ ദുരന്തത്തിൽ ദുരൂഹതയേറ്റി TVK പ്രാദേശിക നേതാവ് ആത്മഹത്യ ചെയ്തു. മന്ത്രി സെന്തിൽ ബാലാജിക്കെതിരെ കുറിപ്പെഴുതി വെച്ചാണ് വിഴുപ്പുറത്തെ ബ്രാഞ്ച് സെക്രട്ടറി V. അയ്യപ്പൻ ആത്മഹത്യ ചെയ്തത്. ദുരന്തത്തിന് പിന്നിൽ സെന്തിൽ ബാലാജിയുടെ നിലപാടുകളാണ് എന്ന് അയ്യപ്പൻ ആത്മഹത്യാക്കുറിപ്പിൽ ആരോപിക്കുന്നു. സെന്തിൽ ബാലാജിയുടെ സമ്മർദ്ദം കാരണം കരൂരിലെ പരിപാടിക്ക് സുരക്ഷ ഒരുക്കാനായില്ല എന്ന് കത്തിലുണ്ട്. അയ്യപ്പന്റെ മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്ത് പരിശോധിച്ചു വരികയാണ്. ഹേമമാലിനിയുടെ നേതൃത്വത്തിലുള്ള NDA സംഘം കരൂരിലെത്തി എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് മനസ്സിലാക്കുമെന്നും മരണപ്പെട്ടവരുടെ കുടുംബങ്ങളോട് അനുശോചനം രേഖപ്പെടുത്തുന്നതായും ഹേമമാലിനി MP പറഞ്ഞു. All from Rajya Sabha and Lok Sabha, we have come to visit Karur and look into the matter, what happened and how these circumstances led to this kind of a incident. And our national president Nadda ji and all of us have come here to express our heartfelt condolences to the family who lost their very dear ones. കരൂർ സംഭവം രാഷ്ട്രീയ ആയുധമാക്കാനില്ല എന്ന AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. കരൂരിൽ എത്തിയപ്പോഴായിരുന്നു KC വേണുഗോപാലിന്റെ പ്രതികരണം. I already told you, no, single ID. Sir, you have given PTA single ID, so it's on our job, sir. Basically, this tragedy was heartbreaking, very much painful. Irreparable loss had been happened for the families. We met some of the deceased families, and we cannot even explain how much trauma they are undergoing. These families. Sir, NDA delegation also visited and says that it's the lack of DMK. That are all political blame games. We don't want to involve this political blame game. This is the hour to support the families, support the people of Tamil Nadu. We think like that. Our leadership thinking like that. Rahul Gandhi and Khargeji thinking like that. Also. കരൂർ ദുരന്തത്തിൽ നയം മാറ്റി DMK. കരുതലിൽ നിന്ന് കടന്നാക്രമണത്തിന്റെ ഭാഷയിലാണ് കനിമൊഴി ഇന്ന് പ്രതികരിച്ചത്. വിജയ് മനുഷ്യത്വമില്ലാത്ത നേതാവെന്നും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പഠിക്കണമെന്നും കനിമൊഴി പറഞ്ഞു. കൂടുതൽ ആളുകൾ മരിക്കാനാണ് TVK താൽപര്യപ്പെടുന്നത് എന്നും അതിനുള്ള ആഹ്വാനമാണ് ഇപ്പോൾ TVK നേതാക്കൾ നൽകുന്നതെന്നും അവർ പറഞ്ഞു. Any responsible leader should not leave, and even if you've left, you should make sure at least your party functionaries are there, because people came to see you. Anybody who comes out with something like this and wants to have violent protest or anything,
you're calling for people to lose their more lives to be lost. Nothing else. I don't see it as anything else. Some conspiracy allegations. They say there is a conspiracy. See, there is a one-person commission. And I think Madam has already reached there, and she is started her work. Let us. CM has also said that let us wait. So be there and reach out to the people. Don't talk about shifting the blame on somebody else. Take some onus and responsibility for what has happened. മറ്റു വാർത്തകളിലേക്ക്. ചാനൽ ചർച്ചയ്ക്കിടെ രാഹുൽ ഗാന്ധിക്കെതിരായ BJP നേതാവിന്റെ വധഭീഷണി അടിയന്തര പ്രമേയമായി സഭയിൽ ഉന്നയിക്കാൻ ശ്രമിച്ച പ്രതിപക്ഷം. അടിയന്തര പ്രാധാന്യമില്ല എന്ന് ചൂണ്ടിക്കാട്ടി സ്പീക്കർ നോട്ടീസിന് അനുമതി നൽകിയില്ല. സ്പീക്കർക്കെതിരെ പ്രതിഷേധിച്ച പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. മുഖ്യമന്ത്രിക്ക് കേന്ദ്രത്തെയും കേന്ദ്ര ഏജൻസികളെയും ഭയമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. പ്രതിപക്ഷത്തിന്റെ സമരം പ്രഹസനമാണ് എന്ന് മന്ത്രിമാരായ P. രാജീവും MP രാജേഷും പരിഹസിച്ചു. ബഹളത്തിനിടെ നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ചാനൽ ചർച്ചയ്ക്കിടെയാണ് BJP നേതാവ് പ്രിന്റു മഹാദേവ രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി മുഴക്കി സംസാരിച്ചത്. ഈ വിഷയത്തിൽ സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് കാട്ടിയാണ് അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം കൊണ്ടുവരാൻ ശ്രമിച്ചത്. എന്നാൽ സണ്ണി ജോസഫ് MLAയുടെ നോട്ടീസിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചു. ഒരു ടെലിവിഷൻ ചർച്ചയ്ക്കിടെ നടന്ന പരാമർശത്തിൽ സഭാ നടപടികൾ നിർത്തിവെച്ച് അടിയന്തര പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യേണ്ടതില്ല എന്ന നിലപാട് സ്പീക്കർ സ്വീകരിച്ചു. നിർത്തിവെക്കുന്നതുമായി ബന്ധപ്പെട്ട ഉപക്ഷേപം അവതരിപ്പിക്കാൻ തക്ക പ്രാധാന്യമോ അടിയന്തര സ്വഭാവമോ ഇക്കാര്യത്തിലുള്ളതായി കാണാത്തതിനാൽ പ്രസ്തുത നോട്ടീസ് പരിഗണിക്കാൻ നിർവാഹമില്ലെന്ന് അറിയിക്കുന്നു. പ്രകോപിതരായ പ്രതിപക്ഷം സ്പീക്കർ നീതി പാലിക്കുക എന്ന ബാനറുമായി നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചു. രാജ്യത്തെ ഏറ്റവും വലിയ ഒരു നേതാവിന്റെ നെഞ്ചിൽ വെടിയുണ്ട ഉതിർക്കുന്ന സംഭവം ഈ നിയമസഭയിൽ വന്ന് ഈ ഗവൺമെന്റ് മറുപടി പറയണ്ടേ? ഒരു TV ചർച്ചയ്ക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ ഇവിടെ ഒന്ന് പറയാൻ പറ്റുമോ? സ്പീക്കറുടെ ഡയസിന് ചുറ്റും പടിക്കെട്ടിൽ നിന്ന് പ്രതിഷേധിച്ച പ്രതിപക്ഷാംഗങ്ങളും വാച്ച് ആൻഡ് വാർഡുമായി ഉന്തും തള്ളുമുണ്ടായി. ബഹളത്തിനിടയിലും ശ്രദ്ധ ക്ഷണിക്കലും സബ്മിഷനും നടന്നു. സംഭവം നടന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും പരാതി കൊടുക്കാൻ പോലും തയ്യാറാകാതിരുന്ന പ്രതിപക്ഷത്തെ മന്ത്രിമാരായ P. രാജീവും MP രാജേഷും പരിഹസിച്ചു. 26-ാം തീയതി ടെലിവിഷൻ ചർച്ചയിൽ മടമ്പെട്ട് 27-ാം തീയതി 28-ാം തീയതി 29-ാം തീയതി കേരളത്തിന്റെ ഒരു തെരുവിൽ പോലും ഒരു ചെറിയ പ്രകടനം പോലും നടത്താതിരിക്കുന്ന ആളുകൾ ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി വരുന്നത് എത്രമാത്രം പ്രതിഷേധാർഹമാണ് എന്ന് കാണേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ 26-ന് ഈ സംഭവം ഉണ്ടായി. ഇന്നലെ സഭയുണ്ടായിരുന്നു. അടിയന്തര പ്രാധാന്യമുള്ളൊരു പ്രശ്നമായിട്ട് അവർക്ക് തോന്നിയിരുന്നെങ്കിൽ ഇന്നലെ അടിയന്തര പ്രമേയം ഉന്നയിക്കാമായിരുന്നല്ലോ. CPIM-ന്റെ അംഗം U. പ്രതിഭ ഈ പ്രശ്നത്തിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതുവരെ ഒരു പരാതി പോലും കൊടുക്കാത്തത് എന്ന് സഭയിൽ പറഞ്ഞപ്പോഴാണ് പരാതി വരുന്നത്. ഒടുവിൽ ബഹളത്തെ തുടർന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാകാതെ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞതായി സ്പീക്കർ അറിയിച്ചു. സഭയിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ പ്രതിപക്ഷ നേതാക്കൾ മുഖ്യമന്ത്രിക്ക് കേന്ദ്രത്തെയും കേന്ദ്ര ഏജൻസികളെയും ഭയമാണെന്ന് ആരോപിച്ചു. ഇത് BJPയെ ഭയന്നിട്ടാണ് അയാളെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത്, അയാളെ ജയിലിലാക്കാതിരിക്കുന്നത്. അത് ആ നിയമപരമായ നടപടികൾ സ്വീകരിക്കാത്തത് കേരളത്തിലെ BJPയുടെയും CPM-ന്റെയും അവിശുദ്ധമായ ബാന്ധവത്തിന്റെ ഏറ്റവും അവസാന തെളിവാണ്. രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരു ദേശീയ നേതാവിന് അദ്ദേഹത്തിന്റെ നെഞ്ചിൽ പിടി ഉതിർക്കണം എന്ന് പറഞ്ഞാൽ ഒരു ഊമക്കത്ത് കിട്ടിയാലും അതിന്റെ പേരിൽ പോലീസ് കേസെടുക്കണ്ടേ? നിയമവാഴ്ച ഉറപ്പുവരുത്തുന്ന ഒരു ഗവൺമെന്റ് ഇത് നിസ്സാരം എന്ന് പറഞ്ഞത് എങ്ങനെയാണ്? രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി മുഴക്കിയ സംഭവത്തിൽ സഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്ന് ദേശീയ തലത്തിൽ ഉയർത്തിക്കാട്ടാനായിരുന്നു കോൺഗ്രസ് നീക്കം നടത്തിയത്. എന്നാൽ സഭയ്ക്ക് പുറത്ത് പ്രതിഷേധം സംസ്ഥാന വ്യാപകമാക്കാനാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ജയിലിലെ സുരക്ഷാ വീഴ്ച നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം അതീവ ഗുരുതരമെന്നും റിപ്പോർട്ട് കിട്ടിയ ശേഷം ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ജയിലിൽ സംഘർഷാവസ്ഥയില്ല എന്നും രാഷ്ട്രീയ തടവുകാർക്ക് പ്രത്യേക പരിഗണനയില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. യുദ്ധവേളയിലാണ് ജയിലിലെ സുരക്ഷാ വീഴ്ച പ്രതിപക്ഷം ഉന്നയിച്ചത്. ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടവും രാഷ്ട്രീയ തടവുകാർക്ക് ജയിലിൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങളും ഉൾപ്പെടെ പ്രതിപക്ഷം ചോദ്യമുയർത്തി. മറുപടി പറഞ്ഞ മുഖ്യമന്ത്രിയാകട്ടെ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം അതീവ ഗുരുതരമെന്ന് ചൂണ്ടിക്കാട്ടി. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പും നൽകി. തടവുപുള്ളി രക്ഷപ്പെടാനിടയായ സാഹചര്യങ്ങൾ വിലയിരുത്തി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനു വേണ്ടി പ്രത്യേകമായി തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അന്വേഷണത്തിന്റെ ഭാഗമായുള്ള റിപ്പോർട്ടുകൾ വരട്ടെ,
ശക്തമായി നടപടികൾ നമുക്ക് സ്വീകരിക്കാം. അതേസമയം രാഷ്ട്രീയ തടവുകാർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ എന്നത് വസ്തുതാവിരുദ്ധമായ പ്രചാരണമാണെന്നും ജയിലിൽ സംഘർഷാവസ്ഥയില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ജയിലിൽ ചട്ടങ്ങൾ ലംഘിച്ചെന്ന് കണ്ടെത്തിയാൽ കർശനമായ നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നേരത്തെ കോടതികളിൽ കേസ് വരുമ്പോൾ നേരെ ഈ പ്രതികളായിട്ടുള്ള ആളുകൾ ജയിലിനകത്താണെങ്കിൽ അവരെ കോടതിയിൽ ഹാജരാക്കണമായിരുന്നു. ഇപ്പോൾ വീഡിയോ കോൺഫറൻസ് വഴി ജയിലിനകത്ത് നിന്ന് തന്നെ അവർക്ക് ഹാജരാകാൻ പറ്റും. ഇത് ശക്തിപ്പെടുത്താൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അട്ടക്കുളങ്ങര വനിതാ ജയിൽ പൂജപ്പുര സെൻട്രൽ ജയിലിലെ പ്രത്യേക ബ്ലോക്കിലേക്ക് മാറ്റുമെന്നും പത്തനംതിട്ടയിൽ സെൻട്രൽ ജയിൽ സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കൊടും കുറ്റവാളികൾക്ക് എല്ലാ ഘട്ടത്തിലും പ്രത്യേക നിരീക്ഷണം വേണമെന്നും അവരെ സാധാരണ തടവുകാരെ പോലെ കാണാനാകില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമലയിൽ നടന്നത് ദേവസ്വം ബോർഡ് മാനുവലിന് വിരുദ്ധമെന്ന് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ അനന്തഗോപൻ. ക്ഷേത്രത്തിലെ വസ്തുവകകൾ അറ്റകുറ്റപ്പണി നടത്തേണ്ടത് ക്ഷേത്ര പരിസരത്ത് വെച്ച് തന്നെയാണെന്ന് മാനുവലിൽ പറയുന്നു. അതിനു വിരുദ്ധമായി തിരുവാഭരണങ്ങൾ പുറത്തു കൊണ്ടുപോയത് ചട്ടലംഘനം. 1999 വിജയ് മല്യ ശ്രീകോവിലിൽ സ്വർണം പൂശിയ സമയത്ത് ദ്വാരപാലക ശില്പങ്ങളും സ്വർണം പൂശിയിരുന്നു. ഇപ്പോൾ വിവാദത്തിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി സന്നിധാനത്ത് കീഴ്ശാന്തിയുടെ സഹായിയായി ജോലി ചെയ്തിരുന്ന ആളാണെന്നും അനന്തഗോപൻ പറഞ്ഞു. വളരെ വ്യക്തമായ നിയമം ദേവസ്വം ബോർഡിന്റെ മുമ്പാകെയുണ്ട്. അതായത് 1955 ദേവസ്വം മാനുവലിൽ 11-ാം ചാപ്റ്ററിൽ പറയുന്നത്, 11-ാം ചാപ്റ്ററിൽ 38-ാം റൂള് പറയുന്നത് ഈ ഭരണിപാത്രങ്ങളെ സംബന്ധിച്ചും അതുപോലെ തന്നെ തിരുവാഭരണങ്ങളെ സംബന്ധിച്ചും അറ്റകുറ്റപ്പണികളോ മറ്റു കാര്യങ്ങളോ വേണ്ടി വന്നാൽ അതെല്ലാം ടെമ്പിൾ പ്രമിസസിൽ വെച്ച് തന്നെ നടത്തണം എന്ന് കൃത്യമായ നിർദ്ദേശം അതിൽ പറയുന്നുണ്ട്. അത് പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഒന്നും പുറത്തു പോകാൻ പാടില്ല. ജില്ലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളിൽ സ്വർണം പൂശാൻ കൊണ്ടുപോയത് തട്ടിപ്പിന് വേണ്ടിയെന്ന പ്രമുഖ ശില്പിയും ശബരിമലയിലെ അയ്യപ്പ വിഗ്രഹം നിർമ്മിച്ച ചെങ്ങരൂർ തട്ടാരേത്ത് കുടുംബാംഗവുമായ മഹേഷ് പണിക്കർ. ചെമ്പുപാളികൾ സ്വർണം പൂശുന്നത് ശബരിമലയിൽ വെച്ച് തന്നെ ചെയ്യാവുന്നതേയുള്ളൂ. ഇലക്ട്രോ പ്ലേറ്റിംഗ് ജോലികൾ കയറിയാൽ 20 മിനിറ്റ് മാത്രമാണ് ആവശ്യമെന്നിരിക്കെ 45 ദിവസത്തോളം ഇവർ കൈവശം വെച്ചത് ദുരൂഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. കാലങ്ങളായിട്ട് നടക്കുന്ന ഒരു തട്ടിപ്പാണ്. പൂജാതി കാര്യങ്ങൾക്ക് അവർക്ക് പല ഭക്തജനങ്ങളെ സംബന്ധിച്ച്, ശബരിമല അയ്യപ്പനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ ആ ഒരു ഇത്, ഞാനൊരു ശില്പി എന്നുള്ള രീതിയിലും കേരളത്തിനകത്തും ഇന്ത്യക്ക് പുറത്തുമൊക്കെ ഒരുപാട് ക്ഷേത്രങ്ങൾ നിർമ്മിച്ച ഒരാളെന്ന രീതിയിലും നമ്മളെ മലയാളികളെക്കാട്ടിലും വളരെയധികം ഡെഡിക്കേറ്റഡ് ആയിട്ട് ആരാധന, അവരെന്തും ചെയ്യും അയ്യപ്പന് വേണ്ടിയിട്ട്. അപ്പം അവരെ പോലുള്ള ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടിയാണിത്. ഇത് വെച്ചിട്ട് അവർക്ക് മറ്റേ നെഗറ്റീവ് മാറും, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ മാറും, അല്ലെങ്കിൽ കൂടുതൽ ഐശ്വര്യം വരും, കൂടുതൽ ധനം വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സംഭവങ്ങൾ അവർക്ക് പുറകെ കൊടുത്തിട്ടുണ്ട്. അവരുടെയൊക്കെ വീടുകളിൽ ഇരിപ്പുണ്ട്. ഇപ്പം സത്യം പറഞ്ഞാൽ ഗവൺമെൻറ് ഒന്ന് സീരിയസ് ആയിട്ട് അന്വേഷിച്ച് ഇത്രയും നാൾ നടന്ന ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലൊക്കെ നടന്നിട്ടുള്ള മറ്റു പൂജകളും അല്ലെങ്കിൽ ഒരു പബ്ലിക് അനൗൺസ്മെൻറ്റും ഇങ്ങനെയുള്ള ആരുടെയിലൊക്കെ വീട്ടിലൊക്കെ ഇങ്ങനെ അയ്യപ്പൻ്റെ ദ്വാരപാലകരുടെ ഭാഗങ്ങളായിട്ടുള്ള സ്വർണ്ണ ശില്പത്തിൻ്റെ ഭാഗങ്ങളുണ്ടെങ്കിൽ തിരിച്ചു തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഭക്തരെല്ലാം കൊണ്ടുതരും. കാര്യം അവർക്കൊന്നും ഒരിക്കലും അതൊരു എന്താ പറയുക, ഇങ്ങനെ ഒരു തട്ടിപ്പിൻ്റെ രീതിയിൽ അവരുടെ എത്തിയതാകാൻ അവരാരും താല്പര്യപ്പെടുന്നില്ല. കാരണം അയ്യപ്പനെ ഭയന്ന് തന്നെയാണ് അവരുടെ എല്ലാ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കലുങ്ക് സൗഹൃദ സംഗമം ഇടുക്കി മൂലമറ്റത്ത് ആവേശമായി മാറി. ടൂറിസം വികസനവും ലൈഫ് ഭവന പദ്ധതിയും ഉൾപ്പെടെ നിരവധി പ്രശ്നങ്ങൾ കേന്ദ്രമന്ത്രിക്ക് മുന്നിൽ ജനങ്ങൾ അവതരിപ്പിച്ചു. മൂലമറ്റം ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമാണ് സംവാദത്തിനായി പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്തേക്ക് സുരേഷ് ഗോപി എത്തിയത്. ഇതോടെ പ്രദേശം ജനങ്ങളാൽ നിറഞ്ഞു. മൂലമറ്റം ഗണപതി ക്ഷേത്രത്തിന് സമീപമുള്ള ആൽമരത്തിന്റെ ചുവട്ടിലാണ് സംവാദ പരിപാടി നടന്നത്. പരിപാടിക്കെത്തിച്ചേർന്ന ഊരുമൂപ്പന്മാരെയും ഗോത്രവിഭാഗം നേതാക്കളെയും സമുദായ സംഘടനാ നേതാക്കളെയും സുരേഷ് ഗോപി ആദരിച്ചു. കോവിൽമല രാജാവ് രാമൻ രാജമന്നാനും പങ്കെടുത്തു. വിനോദസഞ്ചാര സാധ്യതകൾ ചൂണ്ടിക്കാണിച്ചാണ് കൂടുതൽ പേരും സംവാദ പരിപാടിയിൽ വിഷയങ്ങൾ അവതരിപ്പിച്ചത്. ജനങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളെല്ലാം കേന്ദ്രമന്ത്രി ശ്രദ്ധയോടെ കേട്ടു. നമ്മൾ വികേന്ദ്രീകരിച്ച് ഓരോ വീട്ടിലും ഒരു 1000 ടൂറിസ്റ്റ് വരുന്നത് 500 വീടുകളിലായിട്ട് 2 പേരെ അല്ലെങ്കിൽ 4 പേരെ വെച്ച് 250 വീടുകളിലായിട്ട് നമുക്കിതിന് ഇങ്ങനെ വിതരണം ചെയ്ത് കൊണ്ടുപോകുവാൻ സാധിക്കുകയാണെങ്കിൽ അതാണ് സസ്റ്റൈനബിൾ ടൂറിസത്തിന്റെ ഇപ്പോഴത്തെ ഏറ്റവും ഫലവത്തായ ഒരു ഓപ്പറേഷണൽ രീതി അതാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്നതിനാൽ സംസ്ഥാന സർക്കാർ സ്വീകരിക്കേണ്ട വികസന പദ്ധതികളിൽ കേന്ദ്ര സർക്കാരിന് നേരിട്ട് ഇടപെടാനുള്ള പരിമിതി സുരേഷ് ഗോപി ചൂണ്ടിക്കാണിച്ചു. മന്ത്രിക്ക് നൽകാനുള്ള നിവേദനങ്ങൾ പ്രത്യേക ഹെൽപ്പ് ഡെസ്ക് വഴിയാണ് സ്വീകരിച്ചത്. അമൃത ന്യൂസ്, ഇടുക്കി. നവരാത്രി ആഘോഷ നിറവിലായ കൊല്ലൂർ മൂകാംബിയിലേക്ക് ഭക്തജനപ്രവാഹം. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ധനുർ ലഗ്നത്തിൽ ദേവിയുടെ പുഷ്പരഥോത്സവം നടക്കും.
മഹാകാളിയായും മഹാലക്ഷ്മിയായും മഹാസരസ്വതിയായും വിളങ്ങുന്ന മൂകാംബികമ്മയെ ദർശിക്കാൻ പതിനായിരങ്ങളാണ് കൊല്ലൂരിലെ സന്നിധിയിലേക്ക് എത്തുന്നത്. ശങ്കരാചാര്യർക്ക് നേർദർശനം നൽകിയ വാഗീശ്വരി നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് പുഷ്പരഥത്തിലേറി ക്ഷേത്രം വലം ചെയ്യും. സുഹാസിനി പൂജയും ചണ്ഡികായാഗവും കഴിഞ്ഞ് ധനുർലഗ്നത്തിലാണ് മഹാനവമി നാളിലെ ദേവിയുടെ പുഷ്പരഥോത്സവം. വാദ്യമുഖരിതമായ അന്തരീക്ഷത്തിൽ മൂകാംബികമ്മയുടെ ഉച്ചശീവേലി ദർശിക്കാൻ വൻതിരക്ക് അനുഭവപ്പെട്ടു. ശങ്കരാചാര്യർ ചിട്ടപ്പെടുത്തിയ പ്രകാരമാണ് കൊല്ലൂരിലെ പൂജാകർമ്മങ്ങൾ. ക്ഷേത്രം മുഖ്യ അർച്ചകൻ നിത്യാനന്ദാടികയുടെ കാർമ്മികത്വത്തിലാണ് നവരാത്രി പൂജകൾ നടന്നു വരുന്നത്. അമൃത ന്യൂസ്, കൊല്ലൂർ. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് കാൽവരി മൗണ്ടിൽ പണി തീർത്ത ടൂറിസം സെന്ററിന്റെ നിർമ്മാണം 10 വർഷമായിട്ടും പൂർത്തിയായില്ല. 1 കോടിയിലധികം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടം പ്രവർത്തനരഹിതമായതോടെ ലക്ഷങ്ങളുടെ നഷ്ടമാണ് ബ്ലോക്ക് പഞ്ചായത്തിനുണ്ടാകുന്നത്. 2015 1,10,00,000 രൂപ ചെലവഴിച്ച് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് കാൽവരി മൗണ്ടിൽ ടൂറിസം സെന്ററിന്റെ നിർമ്മാണം തുടങ്ങിയത്. പ്രദേശവാസിയായ സ്വകാര്യ വ്യക്തി സൗജന്യമായി നൽകിയ 5 സെന്റ് സ്ഥലത്താണ് കെട്ടിടം പണിതത്. നിർമ്മാണം പൂർത്തിയാക്കാതെ 2018 ഡിസംബറിൽ ഉദ്ഘാടനം നടത്തി. എന്നാൽ ആവശ്യമായ പാർക്കിംഗ് സൗകര്യവും കുടിവെള്ളവും ഇല്ലാത്തതിനെ തുടർന്ന് കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് നിരാക്ഷേപ പത്രം നൽകിയില്ല. ഇതോടെ ഉദ്ഘാടനം കഴിഞ്ഞ് 7 വർഷമായിട്ടും ടൂറിസം സെന്റർ അടഞ്ഞുകിടക്കുകയാണ്. ഈ 10 വർഷം സർക്കാർ ഫണ്ടോ അല്ലെങ്കിൽ പഞ്ചായത്ത് ഫണ്ടോ മുടക്കിയിട്ട് ഇത് ഒന്ന് പാർക്കിംഗ് ഇല്ല, 2 ഇതിനാവശ്യത്തിനുള്ള വെള്ളത്തിനുള്ള സൗകര്യമില്ല. ഈ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ഇങ്ങനെ സർക്കാർ ഫണ്ട് മുടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ആവശ്യത്തിനാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. 8 മുറികൾ, ഡോർമെറ്ററി എല്ലാം അടങ്ങിയതാണ് ടൂറിസം സെന്റർ. വിനോദസഞ്ചാരികൾക്ക് മതിയായ താമസ സൗകര്യമില്ലാത്ത പ്രദേശമാണ് കാൽവരി മൗണ്ട്. സമീപ പ്രദേശങ്ങളിൽ ഹോം സ്റ്റേകളും റിസോർട്ടുകളും ഉണ്ടെങ്കിലും ഇത് സാധാരണക്കാർക്ക് അപ്രാപ്യമാണ്. ടൂറിസം സെന്ററിന്റെ പാർക്കിങ്ങിനായി സ്ഥലം വാങ്ങാൻ കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് സന്നദ്ധമാണെങ്കിലും ഇതിന് സർക്കാർ അനുമതി ലഭിച്ചിട്ടില്ല. നിലവിൽ കോടികൾ ചിലവഴിച്ച ടൂറിസം സെന്റർ കാടുകയറി നശിക്കുകയാണ്. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലെ പവിഴമല്ലിത്തറ മേളത്തിൽ മേളപ്രമാണിയായി കൊട്ടിക്കയറി നടൻ ജയറാം. 151 വാദ്യകലാകാരന്മാരാണ് ജയറാമിനൊപ്പം അണിനിരുന്നത്. ഇത് 12ാം തവണയാണ് ജയറാം പവിഴമല്ലിത്തറ മേളത്തിൽ പ്രമാണിയാകുന്നത്. ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലെ നവരാത്രി ഉത്സവത്തിന്റെ ഭാഗമായാണ് പവിഴമല്ലിത്തറ മേളം നടന്നത്. 3 മണിക്കൂറോളം നീണ്ടുനിന്നതായിരുന്നു മേളം. നടൻ ജയറാമിന്റെ നേതൃത്വത്തിൽ 12ാം വർഷമാണ് പവിഴമല്ലിത്തറ മേളം നടക്കുന്നത്. ഇത്തവണ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരുടെ മക്കളായ ശ്രീരാജും ശ്രീകാന്തും ജയറാമിനൊപ്പം ഉണ്ടായിരുന്നു. പന്ത്രണ്ടാമത്തെ പ്രാവശ്യം ഒരു മേള പ്രമാണി സ്ഥാനത്ത് നിന്നുകൊണ്ട് ചോറ്റാനിക്കരമ്മയുടെ നടയിൽ ഈ പവിഴമല്ലിയുടെ ചോട്ടിൽ നിൽക്കാൻ കഴിയുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. ഇപ്രാവശ്യം എൻ്റെ ഗുരുനാഥൻ്റെ ഒരു സാന്നിധ്യമാണ് ഏറ്റവും വലിയ സന്തോഷം. അദ്ദേഹത്തിൻ്റെ മക്കളായിട്ടുള്ള ശ്രീരാജും ശ്രീകാന്തും എൻ്റെ വലത്തേക്കൂട്ടും ഇടത്തേക്കൂട്ടുമുണ്ട്. 100 കണക്കിന് ആളുകളാണ് ദുർഗാഷ്ടമി നാളിൽ ക്ഷേത്രത്തിലെത്തിയത്. മേളം കൂടി കണ്ടാണ് എല്ലാവരും വീട്ടിലേക്ക് മടങ്ങിയത്. അമൃത ന്യൂസ്, കൊച്ചി. മലപ്പുറം തേഞ്ഞിപ്പലത്തെ ദുരൂഹമരണം കൊലപാതകമെന്ന് പോലീസ്. അരീപ്പാറ മുല്ലശ്ശേരി മങ്ങാട്ടയിൽ പറമ്പിൽ സ്വദേശി രജീഷ് എന്ന ചുരുട്ടയാണ് കൊല്ലപ്പെട്ടത്. സുഹൃത്തായ അരീപ്പാറ സ്വദേശി അബൂബക്കറിന്റെ വീട്ടിൽ ഇന്നലെ രാത്രിയാണ് രജീഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശ്വാസം മുട്ടിച്ചെന്നും വാരിയെല്ല് തകർന്നു എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. രജീഷിന്റെ കൂടെ മദ്യപാനത്തിനെത്തിയ 2 പേരെ കസ്റ്റഡിയിലെടുത്തു. ഇടുക്കി ദേവികുളത്ത് പ്രകൃതിക്ഷോഭം പോലെയുള്ള അടിയന്തര ഘട്ടങ്ങളിൽ വിവരങ്ങൾ കൈമാറാൻ 5 വർഷം മുൻപ് സർക്കാർ വാങ്ങിയ ചലിക്കുന്ന മൊബൈൽ ടവറുകളും ഉപകരണങ്ങളും പ്രവർത്തനരഹിതമായി. പെട്ടിമുടി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് മൊബൈൽ ടവറും അനുബന്ധ സംവിധാനങ്ങളും ഇവിടെ എത്തിച്ചത്.
ദേവികുളത്തെ ഇടമലക്കുടി ക്യാമ്പ് ഓഫീസിന് സമീപമാണ് ലക്ഷങ്ങൾ വിലമതിക്കുന്ന വാഹനവും മൊബൈൽ ടവറും ജനറേറ്ററും കാടുകയറിയും തുരുമ്പെടുത്തും നശിക്കുന്നത്. 2020 ഓഗസ്റ്റ് 6-നുണ്ടായ പെട്ടിമുടി ദുരന്തം വാർത്താവിനിമയ സംവിധാനമില്ലാത്തതിനാൽ അടുത്ത ദിവസമാണ് പുറം ലോകം അറിഞ്ഞത്. ഇത്തരം സംഭവങ്ങളുണ്ടാകുമ്പോൾ വേഗത്തിൽ വിവരങ്ങൾ കൈമാറുക എന്ന ലക്ഷ്യത്തോടെയാണ് ചലിക്കുന്ന മൊബൈൽ ടവർ പെട്ടിമുടി ദുരന്തമുണ്ടായി 1 മാസത്തിനുള്ളിൽ എത്തിച്ചത്. എന്നാൽ പിന്നീട് ഇത് സംരക്ഷിക്കാൻ യാതൊരു നടപടിയും ഉണ്ടായില്ല. ഇതുപോലെയുള്ള സാധാരണക്കാരന് പ്രയോജനപ്രദമായിട്ടുള്ള മൊബൈൽ ടവറുകളെ സജ്ജരാക്കി വെക്കേണ്ട ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മാറ്റിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഈ സഞ്ചരിക്കുന്ന മൊബൈൽ യൂണിറ്റ് ഉപയോഗപ്രദമാക്കിക്കൊണ്ട് പൊതുജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കുന്ന രീതിയിൽ നന്നാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഇതുമൂലം ആവശ്യപ്പെടാനുള്ളത്. DFO ഓഫീസിന് സമീപമുള്ള ഇടമലക്കുടി പഞ്ചായത്തിന്റെ ക്യാമ്പ് ഓഫീസ് പരിസരത്താണ് 5 വർഷം മുമ്പ് മൊബൈൽ ടവർ സംവിധാനം എത്തിച്ചത്. 5 വർഷമായി ഒരേ സ്ഥലത്ത് തന്നെ കിടക്കുന്ന ചലിക്കുന്ന മൊബൈൽ ടവർ ഭൂരിഭാഗവും നശിച്ച അവസ്ഥയിലാണ്. അമൃത ന്യൂസ്, ഇടുക്കി. SIR നടപടികൾ പൂർത്തീകരിച്ചുള്ള ബീഹാറിലെ അന്തിമ വോട്ടർ പട്ടിക പുറത്തിറങ്ങി. 7,24,00,000 വോട്ടർമാരാണ് പട്ടികയിലുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന തീയതി വരെ പേരുകൾ ചേർക്കാനും തിരുത്തലുകൾ നൽകാനും അവസരമുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. പട്നയിൽ മാത്രം 1,63,000 പേർ പുതിയതായുണ്ട്. വോട്ടർ പട്ടിക പുറത്തിറങ്ങിയ പശ്ചാത്തലത്തിൽ വൈകാതെ ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. മാസങ്ങൾ നീണ്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ് ബീഹാറിൽ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത്. 7,24,00,000 വോട്ടർമാർ അന്തിമ പട്ടികയിൽ ഇടം പിടിച്ചു. 65 ലക്ഷത്തോളം പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയെന്നാണ് വ്യക്തമാക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ 7,89,00,000 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. പട്നയിൽ മാത്രം 1,63,000 പുതിയ വോട്ടർമാരുണ്ട്. 14 മണ്ഡലങ്ങളിലായി ആകെ വോട്ടർമാരുടെ എണ്ണം 48,15,294 ഉയർന്നു. അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചുവെങ്കിലും തിരുത്തലുകൾ, പേരുചേർക്കൽ എന്നിവയ്ക്ക് ഇനിയും സമയമുണ്ട്. ഫോം 6 ഉപയോഗിച്ച് പേരുകൾ ചേർക്കാം. ഫോം 8 ഉപയോഗിച്ച് തിരുത്തലുകൾ വരുത്തുകയും ചെയ്യാം. ഇതിന് BLOമാരെ സമീപിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതുവരെ ഈ നടപടികൾ മുന്നോട്ടു പോകും. 16,59,000 ആളുകളാണ് പേരു ചേർക്കാൻ അപേക്ഷ നൽകിയത്. ഒഴിവാക്കാൻ അപേക്ഷ നൽകിയവർ 2,17,000 ആണ്. നിയമ പോരാട്ടങ്ങളും രാഷ്ട്രീയ പ്രതിഷേധങ്ങളും മറികടന്നാണ് ബീഹാറിൽ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത്. വളരെ വേഗത്തിൽ കമ്മീഷൻ ഇനി തെരഞ്ഞെടുപ്പ് നടപടികളിലേക്ക് കടക്കും. നവംബർ 22-നാണ് സംസ്ഥാന സർക്കാർ കാലാവധി പൂർത്തിയാക്കുന്നത്. അതിനു മുൻപ് തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കണം. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ആധാർ ഉൾപ്പെടെയുള്ള രേഖകൾ കൂടി അംഗീകരിച്ചാണ് വോട്ടർ പട്ടിക പുതുക്കിയിട്ടുള്ളത്. അനധികൃത കുടിയേറ്റക്കാർ ഒഴികെയുള്ള മുഴുവൻ ആളുകൾക്കും വോട്ടവകാശം ഉറപ്പാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. തെരഞ്ഞെടുപ്പ് സാഹചര്യം വിലയിരുത്താൻ കമ്മീഷൻ അംഗങ്ങൾ ഈ മാസം 4, 5 തീയതികളിൽ ബീഹാർ സന്ദർശിക്കുന്നുണ്ട്. നിലവിൽ 470 തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിലായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇവർ നൽകുന്ന റിപ്പോർട്ടുകൾ കൂടി പരിശോധിച്ചായിരിക്കും തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിലേക്ക് കമ്മീഷൻ കടക്കുക. അതേസമയം ബീഹാറിലെ SIRുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി ഈ മാസം 7-നാണ് വീണ്ടും പരിഗണിക്കുന്നത്. പുതുക്കിയ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പരാതികൾ കോടതിക്ക് മുൻപിലേക്ക് എത്താനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കാലപ്പഴക്കം ചെന്ന LP സ്കൂൾ കെട്ടിടം പൊളിച്ച് പകരം ബ്ലോക്ക് റിസോഴ്സ് സെന്ററിന് കെട്ടിടം പണിയാൻ തീരുമാനിച്ച് പത്തനംതിട്ട നഗരസഭ. സ്ഥലപരിമിതിയാൽ കളിക്കളം പോലും ഇല്ലാത്ത സ്കൂൾ കോമ്പൗണ്ടിൽ മറ്റൊരു ബിൽഡിംഗ് വരുന്നതിനെ എതിർത്ത് സ്കൂൾ സംരക്ഷണ സമിതി. പത്തനംതിട്ട ജില്ലയുടെ പിതാവ് KK നായർ പഠിച്ച സ്കൂൾ കെട്ടിടം പൊളിച്ചാൽ പകരം അദ്ദേഹത്തിന്റെ സ്മരണ നിലനിർത്താൻ കുട്ടികൾക്കായി ഓപ്പൺ സ്റ്റേജ് നിർമ്മിക്കണമെന്നാണ് ഉയർന്നുവരുന്ന ആവശ്യം. പത്തനംതിട്ട വെട്ടിപ്പുറത്ത് 50 സെന്റ് സ്ഥലത്ത് നിർമ്മിച്ച കെട്ടിടങ്ങളിലാണ് വെട്ടിപ്പുറം ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂൾ പ്രവർത്തിക്കുന്നത്. 160 കുട്ടികൾ ഇവിടെ പഠിക്കുന്നു. പോരാത്തതിന് ഒരു അംഗൻവാടിയും ബ്ലോക്ക് റിസോഴ്സ് സെന്ററും. സ്ഥലപരിമിതികൾ വീർപ്പുമുട്ടുന്നതിനിടെയാണ് സ്കൂളിലെ 105 വർഷം പഴക്കമുള്ള കെട്ടിടം പൊളിച്ചുമാറ്റാൻ നഗരസഭ നോട്ടീസ് നൽകിയത്. കെട്ടിടത്തിന്റെ കാലപ്പഴക്കമാണ് കാരണം. എന്നാൽ കെട്ടിടം പൊളിച്ച് തലസ്ഥാനത്ത് റോഡ് നിരപ്പിൽ മണ്ണുമാറ്റി ബ്ലോക്ക് റിസോഴ്സ് സെന്ററിന് കെട്ടിടം പണിയാനാണ് നഗരസഭ ഉദ്ദേശിക്കുന്നത്. ഇതാണിപ്പോൾ പ്രതിഷേധത്തിന് കാരണം. നമുക്ക് ഈ മാസം 30/5 ഫിറ്റ്നസ് ലഭിച്ചതാണ് ഈ സ്കൂളിന്. എന്നാൽ 21/8 ഈ സ്കൂൾ കെട്ടിടം അൺഫിറ്റ് ആണെന്നും പറഞ്ഞുകൊണ്ട് നഗരസഭയിൽ നിന്നും ബഹുമാനപ്പെട്ട HMന് ലെറ്റർ ലഭിക്കുകയും അതേ തുടർന്ന് നമ്മൾ ഈ സ്കൂൾ കോമ്പൗണ്ടിൽ കുഞ്ഞുങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടില്ല. ഈ സ്കൂളിൽ തന്നെയാണ് നഗരസഭയുടെ 87-ാം നമ്പർ അംഗൻവാടിയും പ്രവർത്തിക്കുന്നത്. ഇപ്പോഴും ഈ അൺഫിറ്റ് ആയ ബിൽഡിങ്ങിൽ തന്നെയാണ് അംഗൻവാടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും. നമ്മളുടെ PTAയുടെ ആവശ്യം, ഈ സ്കൂള് അൺഫിറ്റ് ആണെങ്കിൽ പൊളിക്കുന്നതിൽ നമുക്ക് എതിരില്ല. പക്ഷെ പൊളിച്ചിട്ട് BRCക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല. സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് ഒരു കളിസ്ഥലം
ഒരു ഓപ്പൺ ഓഡിറ്റോറിയം, അങ്ങനെയാണ് നമ്മുടെ PTA ആവശ്യം. ജില്ലയുടെ പിതാവ് KK നായരുടെ സ്മരണ നിലനിർത്തി ഓപ്പൺ സ്റ്റേജ് നിർമ്മിക്കുന്നതിലൂടെ കുട്ടികൾക്ക് അസംബ്ലി, കലാകായിക പ്രവർത്തനം തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്കായി സ്ഥലം ഉപയോഗിക്കാനാകും. ഇക്കാര്യങ്ങൾ ഉന്നയിച്ച് രക്ഷകർത്താക്കളുടെയും സ്കൂൾ PTA പൂർവ്വ വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ സ്കൂൾ സംരക്ഷണ സമിതി രംഗത്തുണ്ട്. അമൃത ന്യൂസ്, പത്തനംതിട്ട. BSNLന്റെ CSR പദ്ധതികളുടെ ഭാഗമായ തൃശൂരിൽ രക്തദിന ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജുമായി സഹകരിച്ചുകൊണ്ട് കോവിലകത്തും പാടത്തെ BSNL ഓഫീസിൽ വെച്ചായിരുന്നു രക്തദാന ക്യാമ്പ്. കൂടാതെ കണ്ണാശുപത്രിയുടെ സഹായത്തോടെയുള്ള സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം BSNL സീനിയർ ജനറൽ മാനേജർ MS ഹരി നിർവഹിച്ചു. ഏഷ്യാകപ്പിൽ നേരിട്ട സമ്മർദ്ദങ്ങളെ അവസരങ്ങളായാണ് താൻ കണ്ടതെന്ന് ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ. സമ്മർദ്ദങ്ങളെ അതിജീവിക്കുന്നതിനായാണ് പരിശീലിക്കുന്നത്. ഏത് പൊസിഷനിലും കളിക്കാൻ താൻ തയ്യാറായിരുന്നു. ഇതുവരെയുള്ള കരിയറിൽ അതിനായുള്ള അനുഭവ സമ്പത്ത് നേടിയിട്ടുണ്ട്. ക്യാപ്റ്റനും കോച്ചും ആവശ്യപ്പെടുന്നത് ചെയ്യുക എന്നതാണ് പ്രധാനമെന്നും സഞ്ജു പറഞ്ഞു. ഏഷ്യാകപ്പ് കിരീട നേട്ടത്തിന് ശേഷം ഷാർജയിലെത്തിയ സഞ്ജു മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ലാലേട്ടൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങ് എടുത്തിട്ട് അപ്പോൾ നമുക്ക് ഏതൊരു റോളും എടുക്കാം, ഏതൊരു റോളിൽ എവിടെ കളിപ്പിച്ചാലും നമ്മൾ മനസ്സിൽ ആ ഒരു അക്സെപ്റ്റൻസ് വന്നാൽ പിന്നെ വലിയ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ സാധാരണ കളിക്കണമല്ല, ആദ്യം തന്നെ പാടിയിട്ട് അങ്ങ് പോകുന്നതിനെ കാട്ടി കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുക. ടീമും കോച്ചും ആവശ്യപ്പെടുന്നതനുസരിച്ചുള്ള റോള് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം പോയപ്പോൾ ശ്രീലങ്കയായിട്ടുള്ള മത്സരത്തിൽ കുറച്ച് പെട്ടെന്ന് അടിക്കണമെന്നായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ മാച്ചിൽ കുറച്ച് സ്ലോ ആയിട്ട് കളിക്കാൻ, പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാനായിരുന്നു അവരുടെ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ അത് അനുസരിച്ച് ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ദൈവം സഹിച്ച് ഒരു 10 വർഷമായിട്ട് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ഇൻ ആൻഡ് ഔട്ടായിട്ട് കളിക്കുന്നുണ്ടല്ലോ. അപ്പോൾ കുറേ കളി കളിക്കുകയും കുറേ കളി പുറത്തിരുന്ന് കണ്ടിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. വനിതാ ഏകദിന ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയും ശ്രീലങ്കയും ഏറ്റുമുട്ടുന്നു. മഴ വൈകിച്ച മത്സരം 48 ഓവറാക്കി ചുരുക്കി. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 6 വിക്കറ്റ് നഷ്ടത്തിൽ 139 റൺസ് എടുത്തിട്ടുണ്ട്. ശ്രീലങ്കയ്ക്കായി ഇനോര രണവീര 4 വിക്കറ്റുകൾ വീഴ്ത്തി. ഇന്റർനാഷണൽ മീഡിയ ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെയും സംസ്ഥാന ഇൻഫർമേഷൻ ഹബിന്റെയും ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ സംസാരിക്കുന്നു. തത്സമയം അതിനെക്കുറിച്ച് നല്ല ധാരണയുള്ളവരാണ് ഇന്നിവിടെ അതിഥികളായി പങ്കെടുക്കുന്നത്. ഇന്ന് ആ അവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. മാധ്യമരംഗമാകെ വലിയ വെല്ലുവിളികൾ നേരിടുന്ന കാലമാണിത്. ഭരണ സംവിധാനത്തിനെതിരെ ഉയരുന്ന എതിർപ്പിന്റെയും വിമർശനങ്ങളുടെയും സ്വരങ്ങളെ കയ്യൂക്കിന്റെ ഭാഷയിൽ കൈകാര്യം ചെയ്യുന്ന അവസ്ഥയാണ് ഇന്ന് കാണാൻ നമുക്ക് കഴിയുക. തെറ്റായ ഭരണനയങ്ങളെ വിമർശിക്കുന്നതും തിരുത്താൻ ശ്രമിക്കുന്നതും രാജ്യദ്രോഹമാണെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു. രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും പൊതുജന ശ്രദ്ധ തിരിച്ചുവിടാൻ കടുത്ത വർഗീയ ധ്രുവീകരണത്തിന് കൂപ്പുകൂട്ടുകയും ചെയ്യുന്നു. വൈവിധ്യങ്ങൾ നിറഞ്ഞ നമ്മുടെ രാജ്യത്തെ ഏകശിലാത്മകമായി മാറ്റി തീർക്കാനുള്ള ശ്രമങ്ങളെ എതിർക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കേണ്ടവരാണ് മാധ്യമപ്രവർത്തകർ. എന്നാൽ ഇന്നത് വേണ്ട രീതിയിൽ ഉണ്ടാകുന്നില്ല. കുത്തക മുതലാളിത്തം അരങ്ങുവാഴുന്ന നവലിബറൽ ക്രമത്തിൽ മാധ്യമ മുതലാളിമാരുടെ താൽപര്യങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് മൗനം ഭജിക്കാനാണ് ആധുനികകാല മാധ്യമപ്രവർത്തകരിൽ ചിലർ നിർബന്ധിതരാവുന്നത്. രാജ്യത്തെ ഭൂരിഭാഗം മാധ്യമങ്ങളുടെയും നിയന്ത്രണം ഇവിടെയുള്ള കുത്തക മുതലാളിമാരുടെ കയ്യിലാണ്. കേവലം ബിസിനസ് താൽപര്യം മാത്രമുള്ള
കോർപ്പറേറ്റ് ഭീമന്മാരെ സഹായിക്കുന്ന സർക്കാരാണ്